എങ്ങനെയാണ് നിന്റെ 5 മാർക്ക് പോയത്? എങ്ങനെയെന്ന് ഞാൻ നിന്റെ സ്കൂൾ ഫീസ് എത്ര കഷ്ടപ്പെട്ട് ഞാൻ നടക്കുന്നറിയോ? ഒന്നും അറിയണ്ടല്ലോ, ഇന്നും കുടിച്ച് നടന്നാ മതിയല്ലോ. ബാക്കിയുള്ളവരുടെ മുമ്പിൽ തല ഉലിക്കണ്ട ഞാനല്ലേ? ഒന്നും അറിയണ്ട നിനക്ക്. ഒന്ന് നിർത്തമ്മ. എന്നോട് നിർത്തുന്ന് പറയാൻ മാത്രം വളർന്നോടി നീ. നിന്നെ ഞാൻ തല്ലിക്കോ അമ്മ, എത്ര വേണമെങ്കിൽ തല്ലിക്കോ. എന്റെ വായിന്ന് ഒരു ശബ്ദം പോലും പുറത്ത് കേൾക്കില്ല. അമ്മ, അമ്മക്കറിയോ അമ്മ, ഞാൻ എത്ര തവണ അമ്മയുടെ അടുത്തേക്ക് വന്നിട്ടുണ്ടെന്ന്. ചെറിയ ചെറിയ സന്തോഷങ്ങൾ പങ്കുവെക്കാൻ, ചെറിയ ചെറിയ സങ്കടങ്ങൾ പങ്കുവെക്കാൻ എത്ര തവണ ഞാൻ അമ്മയുടെ അടുത്ത് വന്നിട്ടുണ്ടെന്ന് അറിയോ അമ്മ? പാഠഭാഗത്തുള്ള ചെറിയ ചെറിയ സംശയങ്ങൾ ചോദിക്കാൻ എത്ര തവണ ഞാൻ അമ്മയുടെ അടുത്ത് വന്നിട്ടുണ്ട് അമ്മ. ഈ വീട്ടില് നമ്മൾ രണ്ടുപേരുണ്ടായിട്ടു ഞാൻ ഒറ്റക്കുള്ളത് പോലെ അമ്മ എനിക്ക് തോന്നിയിട്ടുള്ളത്. ശരിയാ അമ്മ, അമ്മ ജോലിക്ക് പോയിട്ട് എന്റെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു തരും. ജോലി കഴിഞ്ഞിട്ട് എന്റെ കൂടെ ഒന്ന് ഇരുന്നിട്ടുണ്ടോ അമ്മ? എന്റെ കൂടെ ഒന്ന് സംസാരിച്ചിട്ടുണ്ടോ? എനിക്ക് അമ്മയല്ലാതെ വേറെ ആരുമില്ല അമ്മ. അമ്മ നോക്കൊരു ഗെയിം കളിച്ചാലോ അമ്മ? അമ്മ ഒറ്റ തവണ കളിച്ചാൽ മതി അമ്മ, ഒറ്റ തവണ പ്ലീസ് അമ്മ, പ്ലീസ് അമ്മ. ഞാൻ അമ്മ അമ്മ ഞാൻ അമ്മ ഒന്നും ആക്കാനില്ല അമ്മ. അമ്മ മാത്രം വിളിച്ചാൽ മതി അമ്മ. കളിക്കാം അമ്മ, കളിക്കാം. ഓക്കെ അമ്മ, എന്റെ റോള് നന്നായി ചെയ്യണേ അമ്മ. അമ്മേന്റെ റോള് എനക്ക് ചെയ്യാൻ കിട്ടുന്ന ആകെയുള്ള ഒരു ചാൻസാണ് അമ്മ. അമ്മ നിന്നോട് ഞാൻ എത്ര തവണ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഫോൺ വിളിക്കുന്ന സമയത്ത് എന്നെ ഡിസ്റ്റർബ് ചെയ്യാൻ വരരുതെന്ന്. എപ്പോഴും അമ്മ അമ്മ എന്നും പറഞ്ഞ എന്റെ പുറകെ നടന്നോളൂ, മനുഷ്യന്റെ സൗര്യം കളയാൻ. അമ്മ, ഏത് സമയത്താണാവോ ഇതിനൊക്കെ ജന്മം കൊടുക്കാൻ തോന്നിയത്? അമ്മ പൊക്കോണം നിന്റെ റൂമിലേക്ക്. ഇനി എന്നെ ശല്യപ്പെടുത്താൻ വന്നേക്കരുത് കേട്ടോ. അമ്മ, അമ്മ, ഞാൻ അമ്മയുടെ റോള് നന്നായി ചെയ്തില്ലേ അമ്മ? മോളെ, നിങ്ങൾ എത്ര തിരക്കുള്ളവരാണെങ്കിലും നിങ്ങൾ കുറച്ച് സമയം നിങ്ങളുടെ കുട്ടികളുടെ കൂടെയോ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രായമായ അച്ഛൻ്റെ അമ്മയുടെയും കൂടെയോ സ്പെൻഡ് ചെയ്യാൻ നിങ്ങൾ സമയം മാറ്റി വെക്കണം എന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഹാവ് എ നൈസ് ഡേ.